ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ റൂട്ട്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ലേൺ റൂട്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് CBSE 10th ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് വിത്ത് മാർക്കിംഗ് സ്കീം ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. CBSE തന്നെ CBSEയുടെ വെബ്സൈറ്റായ cbse.nic.in എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെലക്റ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ CBSE തന്നെ തന്നിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഡിസ്കഷൻ കഴിയുമ്പോൾ ഏതൊക്കെ സെക്ഷൻസ് എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം, ഏതൊക്കെ സ്റ്റെപ്സിനാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. സോ അതനുസരിച്ച് ടൈം മാനേജ് ചെയ്ത് എക്സാം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അലോട്ടഡ് ആയ ടൈമിൽ തന്നെ എഴുതി തീർക്കാനാവുന്നതാണ്. സോ ആദ്യം തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും തന്നിട്ടുള്ളത്. അത് വായിച്ച് നോക്കുക. ഓരോ സെക്ഷൻസും അതിൻ്റെ മാർക്സും അതുപോലെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത്. പിന്നെ കാൽക്കുലേറ്റേഴ്സും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഒന്നും എക്സാം ഹാളിൽ പെർമിറ്റഡ് അല്ല. സോ ഇനി നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ എ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ സെക്ഷൻ എയിലുള്ളത്. ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും തന്നിട്ടുണ്ടാകും. ഇതിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ ആ ഓപ്ഷൻ മാത്രം ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ദ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 11/2⁵ into 5 വിൽ ബി. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇതിന്ന് കറക്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. സോ യു ക്യാൻ റൈറ്റ് സി ആൻഡ് റൈറ്റ് ഇറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ് ആഫ്റ്റർ 3 decimal places. ഇത്രയും മാത്രം നിങ്ങൾ ആൻസറിൻ്റെ പ്ലേസിൽ എഴുതിയാൽ മതി. വേറെ കാൽക്കുലേഷൻസ് ഒന്നും എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 2, 3 and 4ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കീ ആണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ജസ്റ്റ് ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്ത് ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് ആൻസർ എഴുതുന്നതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 11 to ക്വസ്റ്റ്യൻ നമ്പർ 15 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സോ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബ്ലാങ്കിൽ എഴുതിയാൽ മാത്രം മതി. സോ നമുക്ക് 11th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഗിവൺ സോളിഡ് ഫിഗർ ഇസ് ഡാഷ്. സോ നിങ്ങൾ ഫിഗറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ആൻസർ മാത്രം അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ആൻസർ എന്താണ്? πRL + 2πRH + πr². ഈ ഒരു ഫോർമുല കണ്ടുപിടിച്ച് എഴുതുന്നതിന് നിങ്ങൾക്ക് 1 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ച് വെക്കണം ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈസി, അത് എഴുതാനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇഫ് 1 root of equation k - 1 x² - 10x + 3 = 0 is a reciprocal of the other, then the value of k is dash. സോ ഇവിടെ 1 of the റൂട്ട് അടുത്ത റൂട്ടിൻ്റെ റെസിപ്രോക്കൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓപ്ഷണൽ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രാഫ് ഓഫ് y = p of x where p of x is a polynomial in variable x is as follows. അതായത് p of x എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് സീറോസ് ഓഫ് p of x. ഗ്രാഫ് തന്നിട്ട് p of xൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ പറയുവാണ്. സോ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? സെക്കൻഡ് ഓപ്ഷൻ ആണ് അല്ലേ? സോ ഫിഗറിൽ നിന്ന് തന്നെ ജസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്ത് സീറോസിൻ്റെ എണ്ണം എഴുതാൻ പറ്റും. സോ ദ ആൻസർ ഇസ് 5. സോ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന്. സോ ഇതിൽ ചോയ്സ് നമ്പർ 2 ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ തന്നെ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. ഫിൽ ദ 2 blanks in the sequence 2, dash, 26, dash so that the sequence form an AP. അതായത് മിസ്സിംഗ് ആയിട്ടുള്ളൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിരിക്കുവാണ്. എന്നിട്ട് നിങ്ങൾക്ക് 2 ബ്ലാങ്ക്സ് തന്നിരിക്കുവാണ്. സോ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്? ഓരോ ബ്ലാങ്കിനും 1/2 മാർക്ക് ഈച്ച് ആണ്. സോ രണ്ടും കറക്റ്റ് ആക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് 1 മാർക്ക് ഫുള്ളായിട്ട് കിട്ടുന്നത്. സോ ഇവിടെ 14 and 38 ആണ് ആൻസർ. സോ 1/2 വെച്ചിട്ടാണ് നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 15 സിംഗിൾ ആൻസർ മാത്രമേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ
11 to 15 fill in the blanks ആയിരിക്കും. ബ്ലാങ്കിലുള്ള ആൻസർ മാത്രം എഴുതിയാൽ മതി, സ്റ്റെപ്സ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. Question number 16 is write one rational and one irrational number lying between 0.25 and 0.32. അതായത് 0.25ൻ്റെയും 0.32ൻ്റെയും ഇടയിലുള്ള ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും നിങ്ങൾ എഴുതണം. സോ ഒരു റാഷണൽ നമ്പർ എഴുതിയാൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് കിട്ടും. അതുപോലെ ഒരു ഇറാഷണൽ നമ്പർ എഴുതിയാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഹാഫ് മാർക്ക് കൂടി കിട്ടും. ടോട്ടൽ 1 മാർക്ക്. സോ ഓരോന്ന് വെച്ച് മാത്രം നിങ്ങൾ ആൻസറിൽ എഴുതിയാൽ മതി. Okay, now coming to question number 17. In figure, if angle ACB is equal to angle CDA and AC is equal to 6 cm, AD is equal to 3 cm, find the length of AB. So, ഈ ക്വസ്റ്റ്യനിൽ എ ബിയുടെ ലെങ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ എ സി ബി ഇസ് സിമിലർ ടു ട്രയാങ്കിൾ എ ഡി സി. സോ അത് സിമിലാരിറ്റി ഏത് കണ്ടീഷൻ വെച്ചിട്ടാണോ അത് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഫ്രം ദാറ്റ് ഇഫ് യു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി ദെൻ യു വിൽ ഗെറ്റ് 1 more ഹാഫ് മാർക്ക്. അങ്ങനെയാണ് അവിടെ 1 മാർക്ക് ടോട്ടൽ കിട്ടുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് കൂടി അഡീഷണലായി എഴുതിയെങ്കിലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്. സോ സിമിലർലി ക്വസ്റ്റ്യൻ നമ്പർ 18, 19 ആൻഡ് 20 ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് അല്ല. സോ അവിടെ നിങ്ങൾക്ക് വേണ്ട സ്റ്റെപ്സ് എഴുതിയെങ്കിൽ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് 1 മാർക്ക് കിട്ടുന്നത്. സോ അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 18നും ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ഈസി അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത് ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. സെക്ഷൻ ബി 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ സെക്ഷനാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 21 is find the number of natural numbers between 102 and 998 which are divisible by 2 and 5 both. 2ഉം 5ഉം 2 നമ്പേഴ്സ് കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 102 ആൻഡ് 998 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഇതൊരു എ പി സീരീസ് ഫോം ചെയ്യും അല്ലേ. സോ യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എൻ യൂസിങ് ദ ഫോർമുല. ദെൻ യു വിൽ ഗെറ്റ് 1 മാർക്ക്. ഫൈനൽ വാല്യൂ അതായത് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താണ്? പ്രൂവ് ദാറ്റ് ദ റെക്ടാങ്കിൾ സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ ഇസ് എ സ്ക്വയർ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ വേണം ആൻസർ ചെയ്യാനായിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണോ ഗിവൺ കണ്ടീഷൻസ് അതെല്ലാം എഴുതുക. പ്രൂവ് ദാറ്റ് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് എഴുതണം. ദെൻ യു ഹാവ് ടു റൈറ്റ് പ്രൂഫ് ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ്. സോ പ്രൂവ് ചെയ്യാൻ വേണ്ട സ്റ്റെപ്സ് ഒക്കെ എഴുതുക. സോ 1 and 1 അങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. നൗ ലെറ്റ്സ് സീ ക്വസ്റ്റ്യൻ നമ്പർ 24. ക്വസ്റ്റ്യൻ നമ്പർ 24ൻ്റെ ഈ ഒരു വലിപ്പം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ ആണ്. Let's see the first option. In the given figure, if sin theta is equal to cos of 3 theta minus 30 degrees, where theta and 3 theta minus 30 degree are acute angles, then find the value of theta. So, നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് and it is given that sin theta is equal to cos of 3 theta minus 30 degrees. So, നമുക്കറിയാം sin theta is cos of 90 minus theta which is equal to cos 3 theta minus 30 degrees. So, from that thetaയുടെ പാർട്ട് ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. So, theta you will get it as 30 degrees. Now, second choice is what should be the length of the rope of the kite sail in order to pull the ship at the angle theta and be at the vertical height of 200 meters. That is height നിങ്ങൾക്ക് 200 meters ആണ് തന്നിട്ടുണ്ട് and you are asked to find the length of the rope. So theta already നിങ്ങൾ 30 degree find ചെയ്തിട്ടുണ്ട്. So you can find from sin theta equal to AB by AC the length of rope അല്ലെ. ലെങ്ത് ഓഫ് റോപ്പ് നിങ്ങൾക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ആദ്യം തന്നിരിക്കുന്ന വലിയ സെൻറ്റൻസുകൾക്ക് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ല. ഓക്കെ. നൗ സീ ക്വസ്റ്റ്യൻ നമ്പർ 26. ക്വസ്റ്റ്യൻ നമ്പർ 26ഉം കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നും ബട്ട് ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ 2 ഗ്ലാസസ് തന്നിട്ടുണ്ട്.
രണ്ട് ഗ്ലാസിൻ്റെ കപ്പാസിറ്റിയാണ് കമ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഗ്ലാസ് ആണ് ഓഫ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആൻഡ് ബേസ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഫസ്റ്റ് ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താഴെ ഒരു ഹെമിസ്ഫെറിക്കൽ റേസ്ഡ് പോർഷൻ ആണ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഗ്ലാസ്സിനും സെയിം ഹൈറ്റ് ആണ്, പക്ഷേ ദ ഡിഫറൻസസ് താഴെ ഒരു കോണിക്കൽ റേസ്ഡ് പോർഷനാണുള്ളത് ഓഫ് ഹൈറ്റ് 1.5 സെൻറ്റിമീറ്റേഴ്സ്. സോ നിങ്ങൾക്ക് സിലിണ്ട്രിക്കൽ പോർഷനിൽ നിന്ന് റേസ്ഡ് പോർഷൻ്റെ കപ്പാസിറ്റി സബ്ട്രാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റി ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ റൈറ്റ് ദാറ്റ് ഫോർമുല ആൻഡ് ഫൈൻഡ് ദ ആൻസർ. ഫൈനൽ ആൻസർ പൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി അല്ലേ. സോ പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റൈറ്റ് 72 പൈ സെൻറ്റിമീറ്റേഴ്സ് ക്യൂബ് ആസ് എ ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ നിങ്ങൾക്ക് 85.5 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. സോ from these two answers you can easily compare which is having greater volume അല്ലേ. ഏതിനാ ഗ്രേറ്റർ വോളിയം ഉള്ളത്? സെക്കൻഡ് വണ്ണിനാണ്. സോ അത് നിങ്ങൾ കമ്പയർ ചെയ്ത് ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, നൗ സെക്ഷൻ സി 3 മാർക്സ് ഓരോ ക്വസ്റ്റിനും ഉള്ള സെക്ഷനാണ്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 27. Given that root 5 is irrational, prove that 2 root 5 minus 3 is irrational number. സോ ഒരു പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എങ്ങനെയാണോ എഴുതേണ്ടത് അതിൻ്റെ സെയിം ഫോർമാറ്റിൽ നിങ്ങൾ എഴുതണം. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഗിവൺ, ദെൻ പ്രൂവ് ദാറ്റ്, ദെൻ യു ഹാവ് ടു റൈറ്റ് ദ പ്രൂഫ്. സോ ഇവിടെ പ്രൂഫിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുക? ഫസ്റ്റ് യു വിൽ assume that 2 root 5 minus 3 is rational. Then you will end up with the inference that root 5 is irrational. But given that root 5 is rational, so നിങ്ങൾക്ക് നിങ്ങൾ അസ്യൂം ചെയ്തത് കോൺട്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് യു ക്യാൻ പ്രൂവ് ദ ആൻസർ അല്ലേ. സോ എല്ലാ സ്റ്റെപ്സും എഴുതിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ സെക്ഷൻ സിയിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും സ്റ്റെപ്സ് ഉണ്ടാകും, സമയമെടുത്ത് തന്നെ നമ്മളത് ചെയ്യേണ്ടി വരും. സോ കറക്റ്റായിട്ട് എല്ലാ സ്റ്റെപ്സും ആൻസർ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്റ്റെപ്സ് എല്ലാം എഴുതുകയും വേണം. ഫൈനൽ ആൻസർ ഇനി നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും സ്റ്റെപ്സിന് എല്ലാത്തിനും മാർക്കുള്ളതാണ്. ഓക്കെ, now let's see question number 31. Question number 31-ന് 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. 3 സബ് ഡിവിഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 31. സോ ഓരോ സബ് ഡിവിഷനും നിങ്ങൾക്ക് ഓരോ മാർക്ക് വെച്ചാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഓരോ സബ് ഡിവിഷനും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്താലാണ് 3 മാർക്സ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടുന്നത്. നൗ സെക്ഷൻ ഡി ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് ഈച്ച് ആണ്. അതിൽ നിങ്ങൾക്ക് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 3 ക്വസ്റ്റ്യൻസിന് ചോയ്സസും ഉണ്ടാകും. സോ ലെറ്റ്സ് സീ ക്വസ്റ്റ്യൻ നമ്പർ 35. Draw a triangle ABC with side BC is equal to 6.5 centimeters, angle B 30 degrees, angle A 105 degrees. Then construct another triangle whose sides are 3/4 times the corresponding sides of the triangle ABC. So ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ കറക്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ഗിവൺ ട്രയാങ്കിൾ കറക്റ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്താൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അതുപോലെ തന്നിരിക്കുന്ന സിമിലർ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ 3 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് വൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നൗ ഇതിൽ ചോയ്സ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? കൺസ്ട്രക്ട് എ പെയർ ഓഫ് ടാൻജന്റ് ടു എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ് വിച്ച് ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ അറ്റ് ദ ആംഗിൾ ഓഫ് 60 ഡിഗ്രീസ്. സോ ഇവിടെ ഫസ്റ്റ് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1 മാർക്കും 2 ടാൻജൻസിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് കാണിക്കുന്നതിന് നിങ്ങൾക്ക് 3 മാർക്സുമാണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. Now let's see question number 36. Question number 36 ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? കറക്റ്റായിട്ട് ഗിവൺ എഴുതിയാൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് കിട്ടും. ടു പ്രൂവ് എന്താണോ അത് എഴുതിയാൽ ഹാഫ് മാർക്ക് കിട്ടും. കൺസ്ട്രക്ഷൻ സ്റ്റേറ്റ് ചെയ്താൽ ഹാഫ് മാർക്ക് കിട്ടും. ആൻഡ് ഫോർ ദ ഫിഗർ ഹാഫ് മാർക്ക്. സോ ടോട്ടൽ ഈ 4 കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്സ് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, നൗ കറക്റ്റായിട്ട് പ്രൂഫ് എഴുതിയാൽ അഗെയിൻ ദ നെക്സ്റ്റ് 2 മാർക്സും കൂടി കിട്ടും. സോ ടോട്ടൽ 4 മാർക്സ്. നൗ ലെറ്റ്സ് സീ ക്വസ്റ്റ്യൻ നമ്പർ 40. ക്വസ്റ്റ്യൻ നമ്പർ 40 സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യു ആർ ആസ്ക്ഡ് ടു കമ്പ്യൂട്ട് മീൻ ഡെയിലി വേജസ് ആൻഡ് മോഡൽ ഡെയിലി വേജസ് ഓഫ് വർക്കേഴ്സ്. സോ ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരച്ചാൽ നിങ്ങൾക്ക് 2 മാർക്സ് സ്കോർ ചെയ്യാം. മീൻ ഡെയിലി വേജസ് കണ്ടുപിടിക്കുമ്പോൾ 1 മാർക്ക് കിട്ടും. അതുപോലെ മോഡ് ഡെയിലി വേജ് കണ്ടുപിടിക്കുമ്പോൾ അഗെയിൻ യു വിൽ ഗെറ്റ് 1 മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങൾക്ക്
ടോട്ടൽ 4 മാർക്ക് കിട്ടുന്നത്. സോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കറക്റ്റായിട്ട് വരച്ചാൽ തന്നെ 2 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഏതൊക്കെ സ്റ്റെപ്സ് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈവൻ ദോ ഫൈനൽ ആൻസറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും സ്റ്റെപ്സിനുള്ള മാർക്ക് നിങ്ങൾ അത് എഴുതിയാൽ കറക്റ്റായിട്ട് കിട്ടും അല്ലേ. സോ ഇതുപോലെ മാർക്കിംഗ് സ്കീം അറിഞ്ഞു വേണം നിങ്ങൾ ഓരോ സ്റ്റെപ്സും എഴുതാനായിട്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ഫോർമാറ്റിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ലേൺ റൂട്ട്സ് അക്കാഡമി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫ്രണ്ട്സ്.